ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സ്വാംശീകരിച്ച് പുതിയ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് നിങ്ങളുടെ കരുത്തി ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 6-ാം തിരുവചനം. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ സംതൃപ്തരാകും. സംതൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. ഒന്നിനും ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല. സമ്പത്തിൻ്റെ മേഖലയിൽ, ജഡമോഹത്തിൻ്റെ മേഖലയിൽ, സ്ഥാനമാനത്തിൻ്റെ മേഖലയിൽ, ഇവിടെയെല്ലാം തിന്മ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനും സംതൃപ്തി ലഭിക്കുന്നില്ല. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് സംതൃപ്തി ലഭിക്കും. നീതി എന്ന് പറയുന്നത് ഒരുവന് അർഹിക്കുന്നത് ലഭിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആരോടൊക്കെയാണ് നീതി കാണിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് നീതി പുലർത്തണം. 2, മരിച്ചുപോയവരോട് നീതി പുലർത്തണം. 3, ജീവിച്ചിരിക്കുന്നവരോട് നീതി പുലർത്തണം. ദൈവത്തിനുള്ള നീതി എന്ന് പറയുന്നത്, ദൈവം മനുഷ്യനെ എന്തിനായി സൃഷ്ടിച്ചുവോ അതിലേക്ക് മനുഷ്യനെ ശ്രദ്ധ ചെയ്യുവാനും അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സാധിക്കണം. ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ ജനത്തോട് പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാനുണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശയുടെ ദൈവം പറയുന്നത്, നീ ചെന്ന് ഫറവോയോട് പറയുക, എന്നെ ആരാധിക്കാനായി എൻ്റെ പുത്രനെ വിട്ടയക്കുക. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ദൈവം സ്വന്തം പുത്രനെ പോലെയാണ് കരുതിയിരിക്കുന്നത്. ആ പുത്രൻ്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. ഫറവോ വിട്ടയക്കുവാൻ വിസമ്മതിച്ചു. 10 ബാധകളെ അയച്ചു. അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, ഈജിപ്തിലുള്ള രാജാവ് മുതൽ ഏറ്റവും താഴെ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ആദ്യജാതനെ സംഹരിച്ചു. ഇത് കണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനം മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. തിന്മകൾ പെരുകുന്ന കണ്ടപ്പോൾ സ്വന്തം ജനത്തിന് ബോധമുദിക്കുകയും ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും നമ്മൾ കാണുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവാരാധന നിന്ന് പുറകോട്ട് പോകാതെ ശക്തമായ മുന്നേറുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സാത്താൻ്റെ പ്രലോഭനം ഈശോയുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവിടെ മഹത്വം കാണിച്ചു കൊടുത്തുകൊണ്ട്, നീ എന്നെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് തരാമെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ, സാത്താനെ ദൂരെ പോവുക, നിന്റെ ദൈവമേ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് അർഹതമായത് നമ്മൾ നൽകി ദൈവാരാധനയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.